ഇന്ന് ഞങ്ങൾ കൂൺ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും കൂൺ കറി വളരെ ഇഷ്ടമാണ്. അപ്പം നമുക്കിന്നൊരു കൂൺ കറി വെച്ചാലോ, അടിപൊളിയായിട്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വെളുത്തുള്ളി, സബോള, ഇഞ്ചി, ഉള്ളി, കൂണ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കടുക് ഇടിച്ചിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ഇടാവേ. ഇത്ര മതിയോ? കടുക് പൊട്ടുന്നുണ്ട് കേട്ടോ. കടുക് പൊട്ടിത്തെറിക്കാതെ ഇരിക്കാൻ വേണ്ടി അടച്ചു വെക്കാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാവേ. ഈ സബോള അരിഞ്ഞ് വെച്ചിട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാവേ. ചിപ്പി ഇനി ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഇച്ചിരി അതിൻ്റെ പകുതി ഇട്ടോ. ചിപ്പി ഇളക്കിക്കൊണ്ടിരിക്കുകയാണേ. ഇത് നല്ലപോലെ പച്ച ചുവയൊക്കെ പോയി ഇച്ചിരി വഴന്ന് കഴിയുമ്പോൾ എൻ്റെ ഇടയ്ക്ക് മഞ്ഞൾപ്പൊടി, ചിപ്പി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടിച്ചിട്ട് അത്ര ഇടും. വെരി ഗുഡ്. ഇച്ചിരി കൂടി ഇനി നമുക്ക് ഇച്ചിരി കാശ്മീരി ഇടാവേ. കാശ്മീരി നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് 2 സ്പൂണും കിട്ടും. ഇനി ഇച്ചിരി പെപ്പർ പൊടി 1 സ്പൂൺ, 1/2 സ്പൂൺ അത്ര ഇച്ചിരി കൂടെ ഇട്ടു. അതിന് നമുക്ക് ഇച്ചിരി മീറ്റ് മസാലയും കൂടി ഇടാവേ. മീറ്റിൻ്റെ ഒക്കെ ഇച്ചിരി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഗരം മസാല അത് നല്ലപോലെ വഴലുന്നവരെ നമുക്ക് ഇച്ചിരി നേരം ഇളക്കിക്കൊണ്ടിരിക്കാം. നമുക്ക് ടേസ്റ്റിനായിട്ട് ഇച്ചിരി ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാവേ. മതി. ഇനി ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. അധികം വെള്ളമൊന്നുമില്ല, കൂണല്ലേ, കൂണിന് തന്നെ വെള്ളമുണ്ട്, അതുകൊണ്ട് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കൂൺ ഇട്ട് കൊടുക്കാം അതിൻ്റെ അകത്തേക്ക്. ലേശം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെക്കാവേ. അങ്ങനെ നമ്മുടെ കൂൺ കറി റെഡിയായി ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ കൂൺ കറി റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. ഇച്ചിരി കൂണും അടുത്ത് കാണിക്കുക. ഇച്ചിരി കൂണ്, ഇച്ചിരി തക്കാളിക്കായും ഒക്കെ എടുത്ത്. അടിപൊളിയായിട്ടുണ്ട്.